ഇവിടെ നമ്മൾ സ്റ്റെയർ കേസിന്റെ സൈഡിലൂടെയാണ് ഗ്ലാസ് ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പിന്റെ സൈഡിലൂടെ എസ്എസിന്റെ ഫിറ്റിംഗ്സ് കൊടുത്തിട്ട് അതിലാണ് നമ്മൾ ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സ്റ്റെയർ കേസ് മെറ്റൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് കാൻലിവർ ആയിട്ടാണ്. കാൻലിവർ ആയിട്ട് എന്ന് പറഞ്ഞാൽ വാളിനകത്തോട്ടാണ് ഇതിന്റെ ഫിറ്റിംഗ്സ് മൊത്തം പോയിട്ടുള്ളത്, ചുമരിനകത്താണ്. ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസിന്റെ സ്ട്രക്ചർ വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരുപാട് സ്റ്റെയർ കേസുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മളെ യൂട്യൂബിലുണ്ട്, ചാനലിലുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസ് മുകളിലൂടെ ലാൻഡിങ്ങിന് ശേഷം ആ ഭാഗത്ത് മുകളിലൂടെ സിംഗിൾ സ്ട്രിങ് ആയിട്ട് സെൻട്രൽ കൂടെ ഒറ്റ സപ്പോർട്ട് കൊടുത്തിട്ടാണ് മുകളിൽ ആ ഭാഗത്ത് ചെയ്തു പോയിട്ടുള്ളത്. ഇത് മാക്സിമം നമുക്ക് വീതി കിട്ടും എന്നുള്ളതാണ്. സൈഡിൽ കൂടെ ഗ്ലാസ് ഹാൻഡിൽ എപ്പോഴും സൈഡിൽ കൊടുത്താൽ നമുക്ക് മാക്സിമം ആ സ്പേസ് കിട്ടും. സാധാരണ നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു പോസ്റ്റ്, സ്റ്റാർട്ടിങ്ങിലുള്ള പോസ്റ്റ് എപ്പോഴും താഴോട്ട് ഫുള്ളായിട്ട് മാസ്റ്റർ പോസ്റ്റ് കൊടുക്കാറുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല, ഹാഫായിട്ട് കൊടുത്ത് ഒരു ഡിസൈൻ പോലെ നിർത്തിയിട്ടുള്ളത്. ഏറ്റവും നല്ലത് താഴോട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ക്ലയൻറ്റിൻ്റെ നിർബന്ധപ്രകാരമാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് എപ്പോഴും സേഫ്റ്റിയും ഒരു സ്ട്രെങ്ത്തും കൂടുതൽ കിട്ടാൻ എപ്പോഴും താഴോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ വുഡ് നമ്മൾ ചെയ്തിട്ടുള്ളത് തേക്ക് വുഡാണ്. തേക്ക് വുഡിൽ ഫൈനൽ പോളിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പോളിഷിംഗ് വർക്ക് എപ്പോഴും ക്ലയൻറ്റ് സ്കോപ്പിലാണ് ചെയ്യാറുള്ളത്, ക്ലയൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്താണ് കേട്ടോ സിംഗിൾ സ്ട്രിങ് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെയർ കേസും അതിൻ്റെ സൈഡിലൂടെ വരുന്ന ഭാഗങ്ങളെല്ലാം, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം സൈഡ് ഫിക്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത്തരത്തിൽ സൈഡ് ഫിക്സ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ സ്പേസ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ ചെറിയൊരു എസ്എസിൻ്റെ ചെറിയൊരു സ്റ്റഡ് ഫിറ്റിങ്ങിലാണ് നിങ്ങൾ ഈ ഗ്ലാസ് നിർത്തുന്നത്, അതുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടാവും ചോദിക്കാറുണ്ട്. നല്ല സ്ട്രോങ് ആണ് ആ ഫിറ്റിങ്സ് കേട്ടോ. അതുപോലെ മുകളിൽ ഇത്തരത്തിലൊരു ഗ്ലാസ് പെർഗോള നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, ഗ്ലാസ് നമ്മൾ മുകളിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും സൈഡിൽ കൂടെ കൊടുക്കുന്നതാണ് കൂടുതൽ സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയുള്ളൂ. ഇവിടെ ഈ കട്ടിങ് കണ്ടില്ലേ, ചെറിയൊരു കട്ടിങ്. ഇത്തരത്തിൽ നിങ്ങൾ ഹാൻഡ് റെയിൽസ് സൈഡ് കൂടി ചെയ്യുന്ന സമയത്ത്, ഫ്ലോറിംഗ് വർക്ക് ഒക്കെ നടത്തുന്ന സമയത്ത് ചെറിയ കട്ടിങ് കൊടുക്കുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സ്പേസ് കൂടുതലുണ്ടോ. അതേപോലെ ഇവിടെ നമ്മൾ പോസ്റ്റ് ഇറക്കി കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഈ പോസ്റ്റ് ഇറക്കി കൊടുത്തതും നമുക്ക് ഈ ഫ്ലോറിലോട്ട് കൊടുത്താൽ അത്രയും കയറി നിൽക്കുന്നുള്ളതുകൊണ്ടാണ് ആ സൈഡിൽ ഇറക്കി കൊടുത്തിട്ടുള്ളത്. ഇവിടെ പിന്നെ താഴെ ഒരു ലിവിങ് ഏരിയ ആണ്, അങ്ങോട്ട് ഈ ഭാഗത്തോട്ട് സൈഡ് ഫിക്സിങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് 90 സെൻറ്റിമീറ്റർ ആണ്, 90 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. വീടിനകത്ത് ചെയ്യുന്ന ഹാൻഡ് റെയിൽസിനൊക്കെ നമ്മളെപ്പോഴും 90 സെൻറ്റിമീറ്റർ ഫ്രം FFL ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിന് 90 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഹൈറ്റ്. ചില കസ്റ്റമേഴ്സ് നമ്മളോട് 1 മീറ്റർ വേണം എന്ന് പറയാറുണ്ട്, 100 സെൻറ്റിമീറ്റർ വേണമെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും റെസിഡൻസ് പർപ്പസിനാണെങ്കിൽ, പ്രത്യേകിച്ച് ഗ്ലാസ് ഹാൻഡ് റെയിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഒരിക്കലും അതിൽ ചവിട്ടി കയറില്ല. അപ്പോൾ 90 സെൻറ്റിമീറ്റർ തന്നെ ധാരാളമാണ്, ആ ഒരു ഹൈറ്റാണ് സ്റ്റാൻഡേർഡ്. അതുപോലെ ഔട്ട് സൈഡിൽ നമ്മൾ സിറ്റ് ഔട്ട് ഭാഗത്തോട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ ചാരുപടി പോലെ, ചാരുപടിൻ്റെ ഹൈറ്റിൽ ഒരു 40-45 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗം ഇരിക്കുന്ന ഏരിയ